നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബി.ജെ.പി. മിന്നുന്ന വിജയത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത് ബി.ജെ.പിയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയുടെ സ്റ്റേറ്റ് മീഡിയ സെൽ കൺവീനറായ എസ് നന്ദുവാണ്. നന്ദു, സ്വാഗതം. വിജയത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഒരാൾ തത്വമയുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. അഭിനന്ദനങ്ങൾ. വലിയ ഒരു പ്രയത്നമാണ്, വലിയ ഒരു സ്വപ്നമാണ് സഫലമായിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അക്കൗണ്ട് തുറക്കാനായെങ്കിലും പിന്നീട് അത് പൂട്ടിപ്പോയപ്പോൾ ഒരല്പം മങ്ങലേറ്റിരുന്നു ചില സ്വപ്ന സഫലങ്ങൾക്ക്. പക്ഷേ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ഒന്നിൽ പിഴച്ചാൽ 3 എന്നുള്ള ഒരു ഉത്തരവുമായി ഇക്കുറി മിന്നുന്ന തിളക്കവുമായിട്ടാണ് നിയമസഭയിലേക്ക് ബി.ജെ.പിയുടെ 3 MLA-മാർ എത്തുന്നത്. ആദ്യം ഈ ഒരു നിമിഷത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ? ചേട്ടാ, ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ബി.ജെ.പിയുടെ ഒരു നേതാവ് ഇത്തരത്തിലൊരു മിന്നുന്ന വിജയം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ വരുന്നത്. ചേട്ടൻ എനിക്ക് കൈ തന്നു. സത്യത്തിൽ ഞാൻ ആ കൈ നീട്ടുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ 100 കണക്കിന് സഹോദരന്മാർ ഈ പ്രസ്ഥാനം ഒന്നുമല്ലാതിരുന്ന കാലത്ത് പലരും പുച്ഛിച്ചപ്പോഴും കളിയാക്കിയപ്പോഴും മാറ്റി നിർത്തിയപ്പോഴും ആ മാറ്റി നിർത്തലുകളെയും പുച്ഛത്തെയും കളിയാക്കലുകളെയും ഒക്കെ പുഞ്ചിരിയോടുകൂടി അവർ മുന്നോട്ട് കൊണ്ടുപോയി. അവർ നടത്തിയിട്ടുള്ള വലിയ ത്യാഗം, അവരുടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ വൈകാരികമായി പറയും, അവരുടെ ചോര കൊണ്ട് അവർ മിനുസപ്പെടുത്തിയ വഴിയിലൂടെയാണ് ഇന്ന് ഞങ്ങൾ നടന്നു നീങ്ങുകയും അതുപോലെ തന്നെ ഇത്തരത്തിലൊരു വലിയ വിജയം നേടിയെടുക്കുകയും ചെയ്തത്. അതിൽ ഒരുപാട് കാര്യകർത്താക്കന്മാർ, ഒരുപാട് സഹപ്രവർത്തകന്മാർ അവരുടെ ജീവിതവും ജീവനും ആശയും പ്രതീക്ഷയും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ഈ പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു വലിയ കഷ്ടപ്പാടിന് കിട്ടിയിട്ടുള്ള അംഗീകാരമാണ് ഈ വിജയം. ഇതിലൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെയൊക്കെ വലിയ പങ്കെന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ വിജയം. അവരുടെ മുന്നിലാണ് ഈ വിജയത്തിന് നമ്മൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുകയും ഈ പ്രസ്ഥാനത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾ അവരുടെ വികസന സ്വപ്നങ്ങളെ ചിറകിലേറ്റിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം, ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം 100% ആത്മാർത്ഥമായി നിറവേറ്റുക എന്നുള്ള വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഞാനടക്കമുള്ള ഓരോ ബി.ജെ.പി. പ്രവർത്തകനും ഇനി കേരളത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുന്നതു ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന വേളയിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു 140 മണ്ഡലങ്ങളിലും നമ്മൾ ശക്തിയുക്തമായി മത്സരിക്കും. അത് വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമല്ല, ബി.ജെ.പിയുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ്. 2ാം സ്ഥാനമെങ്കിൽ 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്തുക എന്നുള്ള ബി.ജെ.പിയുടെ ഒരു കൃത്യമായ സാന്നിധ്യം അവിടെ അറിയിക്കുക എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. അതിൽ ഏറെക്കുറെ വിജയിച്ചു എന്ന് വേണം കരുതാൻ. പക്ഷേ അന്നും പാർട്ടി തലത്തിൽ ഒരു 6ഓളം സീറ്റുകളാണ് ലക്ഷ്യം വച്ചിരുന്നത്. പിന്നീട് അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ 14ലേക്ക് വരെ അത് ഉയർന്നു. പക്ഷേ എക്സാക്ട് പോൾ ഫലം വന്നപ്പോൾ അത് 3ലേക്ക് ചുരുങ്ങി. നിരാശയുണ്ടോ ഇതിൽ? അല്ല, നിരാശപ്പെടേണ്ട സാഹചര്യമില്ല. സത്യത്തിൽ ഞങ്ങൾ ആണ് ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചിട്ടുള്ള ആളുകൾ. കാരണം ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ സാധിച്ചു. ഒന്ന്, ഞങ്ങളുടെ 3 നേതാക്കന്മാർ കൃത്യമായി ജനങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി നിയമസഭയിലേക്ക് എത്തുമ്പോൾ മറ്റുള്ള ഞങ്ങളുടെ കൃത്യമായി പോരാടി പരാജയപ്പെട്ട പലരും ഈ നാട്ടിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മനഃപൂർവ്വമായി തോൽപ്പിച്ചതാണെന്നും അവിടെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും വോട്ടുകൾ ഞങ്ങൾക്കെതിരായി കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ കഴിഞ്ഞവരാണ് അവർ വലിയ പോരാളികളാണ്. അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 3 MLA-മാർ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടോ അത്രത്തോളം തന്നെ കേരളത്തിനകത്ത് വലിയ പോരാട്ടം നയിച്ചവരാണ് ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ. എല്ലാവരും അവരുടേതായ കഴിവുകൾ ഉയർത്തിക്കൊണ്ട് അവരുടേതായ പ്രചരണ ശൈലിയിൽ വളരെ വലിയ മികച്ച പ്രചരണം, ഭാരതീയ ജനതാ പാർട്ടി ഏത് ആശയം മുൻനിർത്തിയാണോ കേരളത്തിൽ പ്രചരണം നയിച്ചത് ആ പ്രചരണം ഏറ്റവും താഴെത്തട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞവരാണ് ഞങ്ങളുടെ സഹപ്രവർത്തനം. അത് നമുക്ക് വേണമെങ്കിൽ 1-2 ചെറിയ ഉദാഹരണങ്ങൾ, ഒന്ന് ശോഭ ചേച്ചിയുടെ ഉദാഹരണം നമുക്ക് പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ, പാലക്കാട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് CPM-ന് എത്ര വോട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര വോട്ടുണ്ട് ഒന്ന് പരിശോധിച്ചാൽ മതി. അവിടെ ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ CPM വോട്ടുകൾ ഗണ്യമായ രീതിയിൽ ഈ പറയുന്ന രമേശ് പിഷാരടി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് വേണ്ടിയിട്ട് അവർ മറിച്ചു കൊടുത്തു. മഞ്ചേശ്വരത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഭീകരത കുറച്ചുകൂടി വലുതാണ്. അതായത് ഒരു സ്ഥാനാർത്ഥി 67,000 വോട്ട് പിടിക്കുമ്പോൾ മറ്റൊരിടത്ത് CPM-നെ പോലെ 10 വർഷക്കാലം ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ അധികാരം കൈയാളിയ പാർട്ടി, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ CPM-ന് ശക്തി കുറവാണെന്ന് വാദിക്കുന്നവർ കുറവായിരിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുഞ്ഞമ്പു അടക്കമുള്ളവർ MLA ആയ മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്ത് 20,000 വോട്ടിലേക്കൊക്കെ
CPIM എന്ന് പറയുന്ന പാർട്ടി തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 20,000 വോട്ട് ആരുടെ പെട്ടിയിലേക്കാണ് പോയതെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, അതിനോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം രാഷ്ട്രീയം ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത്ര വലിയ ഭീകരമായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ഞങ്ങൾ 3 വിജയിച്ചു കയറി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു വിജയമായിട്ടല്ല ഞാൻ കാണുന്നത്. അവിടെയാണ് നന്ദു. കാര്യം ഈ ഇലക്ഷന് മുമ്പ് ഉയർന്ന ആരോപണങ്ങളിൽ BJP നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു ഡീൽ ആരോപണം. CPM-ഉമായും കോൺഗ്രസുമായും ഡീലുണ്ടെന്ന് ഈ ഇരു പാർട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഫലം വരുമ്പോൾ ഡീൽ ഉണ്ടായിരുന്നത് അവർ തമ്മിലാണെന്ന് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. അല്ല, അത് ഞങ്ങൾ പറയണ്ടല്ലോ. അതിന് ഏറ്റവും കൃത്യമായി പറഞ്ഞത് ഈ കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയുമെന്ന് പറയുന്നത് മാതിരി അവരുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന മുതിർന്ന CPM-ൻ്റെ നേതാവായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ അമ്പലപ്പുഴയിലെ MLA ആയിട്ടുള്ള അദ്ദേഹം തന്നെ കൃത്യമായി, ഇപ്പോൾ G. സുധാകരൻ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് വോട്ട് മറിച്ചു കൊടുത്തിട്ടല്ലേ പാലക്കാട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന മഞ്ചേശ്വരത്തും BJP-യെ പരാജയപ്പെടുത്തിയെന്ന് അദ്ദേഹം കൃത്യമായി ചോദിക്കുകയല്ലേ. അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് കാണേണ്ടി വരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരമായില്ലേ. അപ്പം ഞങ്ങൾ പറയുന്നതിന് വേണമെങ്കിൽ പൊളിറ്റിക്കൽ ആരോപണമായിട്ട് നിങ്ങൾക്ക് തള്ളിക്കളയാം. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് തന്നെ അത് പറയുമ്പോൾ സ്വാഭാവിക ഗൗരവമായി ജനങ്ങളത് പരിശോധിക്കട്ടെ എന്ന് പറയുകയാണ് എനിക്ക് ഇതിനകത്ത് ഉചിതമെന്ന് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ സ്ഥാനം ഒഴിയാൻ പോകുന്ന മുഖ്യമന്ത്രി, അങ്ങനെ പറയേണ്ടി വരും, പിണറായി വിജയൻ, അദ്ദേഹം മത്സരിച്ച ധർമ്മടം മണ്ഡലത്തിൽ 6 റൗണ്ട് എണ്ണി തീരുമ്പോഴും അദ്ദേഹം വളരെയധികം പിന്നിലായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ചാനൽ ബ്രേക്കിങ്ങുകളിലൊക്കെ നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിന് ഒരു പരിധിവരെ കാരണം BJP അല്ല. കാര്യം ധർമ്മടത്ത് പാർട്ടി അധ്യക്ഷൻ നടത്തിയ ഒരു ജനകീയമായ അദാലത്ത്, അത് വലിയ രീതിയിൽ അവിടെയുള്ള ജനങ്ങളിൽ കണ്ണു തുറപ്പിക്കാൻ സഹായമായി എന്നൊരു ശ്രുതി ഇപ്പോൾ വരുന്നുണ്ട്. അത് എത്ര കണ്ട് ശരിയാണ്? നോക്കൂ, നമ്മൾ കഴിഞ്ഞ മാർച്ച് മാസം 2025 ആരംഭിച്ച ഒരു പ്രചരണമുണ്ട്. അത് വികസിത കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രചരണമാണ്. ഞങ്ങളുടെ തീമായിട്ട് ഞങ്ങൾ മുന്നിലോട്ട് വെച്ചത് വികസിത കേരളമാണ്. ആ വികസിത കേരളത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചത്, അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ട് ചോദിച്ചത്. ആ വോട്ട് ചോദിച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യം, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ടീം അവർ മുന്നോട്ട് വെച്ച അജണ്ട കേരളത്തിൽ ആദ്യമായി കഴിഞ്ഞ 50 വർഷത്തെ കേരള രാഷ്ട്രീയത്തെ, ഇലക്ഷൻ രാഷ്ട്രീയത്തെ നമ്മൾ മുൻനിർത്തി നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഭരണത്തിലില്ലാത്തൊരു പാർട്ടി വയ്ക്കുന്ന തീമിനനുസരിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾക്ക് മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഇത്തവണയാണ്. അത് വികസിത കേരളം എന്ന് പറയുന്ന ഞങ്ങളുടെ നിലപാടിനോടാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്ത് 5 or 6 കോർപ്പറേഷനുകളുണ്ട്. പക്ഷേ ഒരേ ഒരു കോർപ്പറേഷൻ്റെ ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചർച്ച ചെയ്തുള്ളൂ. അത് തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് CPM-ൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അവർക്ക് അധികാരം കിട്ടിയെടുത്തൊരു ബ്ലൂ പ്രിൻ്റ് അവർക്ക് ഇറക്കാൻ വേണ്ടി സാധിക്കാത്തത്? അപ്പം ഞങ്ങൾ രണ്ടുപേരും വികസനത്തിന് യോഗ്യരല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടാവുകയും അവർ തന്നെ പ്രതീക്ഷയോടുകൂടി, CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരും സാധാരണ പ്രവർത്തകന്മാർ പോലും പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് തിരുവനന്തപുരത്ത് BJP-ക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം അത് എത്രത്തോളം ശക്തമാകും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കേരളത്തിലെ CPM-നും കോൺഗ്രസിനും മനസ്സിലായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് BJP ആണ് കറക്റ്റ് റൂട്ടിലൂടെ നടന്നു പോകുന്നത് എന്ന് ജനങ്ങൾ കൃത്യമായി അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ധർമ്മടത്ത് പിണറായി വിജയൻ പിറകിലേക്ക് പോകാനുണ്ടായ സാഹചര്യം. അവിടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഒരിക്കലും കോൺഗ്രസിൻ്റെ മികവ് കൊണ്ടല്ല, അവിടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ടുള്ള ജനകീയമായൊരു അദാലത്ത് CPM-ൻ്റെ ഉരുക്കുകോട്ടയായിട്ടുള്ള ഈ പറയുന്ന ധർമ്മടത്ത് പോലും CPM-ൻ്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് പോലും ആയിരക്കണക്കിന് പരാതികളുമായി ഭരണത്തിലില്ലാത്ത BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ കാണാൻ വേണ്ടി ജനങ്ങൾക്ക് വരേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം പരിതാപകരമാണ് കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അനുഭവിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ്, നേർപത്രമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം എന്തിലുണ്ടായിട്ടുണ്ടാവും? അവിടുത്തെ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടില്ല. അദാലത്ത് നടന്നപ്പോൾ അന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു, അന്ന് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. കാര്യം ഇതിലെ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് എത്രത്തോളം അമർഷം അവർക്ക് അവരുടെ മണ്ഡലത്തിലെ നേതാവിനോട് ഉണ്ടെന്നുള്ളതാണ്. കാര്യം 10 വർഷമായി ഇതേ മണ്ഡലത്തിൽ അവരുടെ MLA മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ കാണേണ്ടി വരുന്നു അദാലത്തിൽ. അല്ല, അതാണ് നമ്മളതിനകത്ത് കാണേണ്ടത്. കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ സെറ്റയർ
അനുസരിച്ച് ഭരണമുള്ള പാർട്ടിയോട് ഒരാൾ വിധേയപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഭരണമുള്ള പാർട്ടി വിളിക്കുമ്പോൾ പോകുന്നത് നമുക്ക് മനസ്സിലാവാം, പ്രതിപക്ഷം വിളിക്കുമ്പോൾ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഭരണത്തിലില്ലാത്തൊരു പാർട്ടിയെ തേടി, അതെ, മൂന്നാമതൊരു മുന്നണിയെ അന്ന് ഞങ്ങൾക്ക് ഒരു MLA പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ പറയുന്ന അദാലത്ത് നടക്കുന്നത്. അപ്പോഴും ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഏക പാർട്ടിയായി BJPക്ക് അവിടെ മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും BJP ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിലല്ല, ഒരു രണ്ടാമത്തെ പ്രബലമായ കക്ഷിയായി വളർന്നു വരാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു പാർട്ടിയാണ് എന്ന് ജനങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പരാജയപ്പെടുത്താൻ ഇപ്പോൾ 14-15 സീറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു കേരളത്തിലെ ഇന്നത്തെ പൊളിറ്റിക്കൽ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിനകത്ത് BJPയെ ചുറ്റിപ്പറ്റിയായിരുന്നിരിക്കും ഇന്നത്തെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇടതു വലതു മുന്നണികളും അവരുടെ അസ്തിത്വത്തെ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആര് ജയിച്ചാലും കുഴപ്പമില്ല, BJPയെ പരാജയപ്പെടുത്തിയാൽ മതി എന്നുള്ള ആ ഒരു ആംഗിളിലേക്ക് അവരുടെ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കേരളത്തിലെ ഇപ്പോൾ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത്. അതിനോടൊപ്പം ഈ പൊളിറ്റിക്കൽ ജിഹാദ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ടേം, ആ ടേം കേരളത്തിനകത്ത് വളരെ ശക്തമാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് വന്നു പോയത്. നിങ്ങൾ നോക്കൂ, പിണറായി വിജയൻ പരാജയപ്പെടാൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആദ്യത്തെ 4-5 റൗണ്ടുകളിൽ പിറകിലേക്ക് പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു? പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം സ്വന്തം മടിയിലിരുത്തി പാലൂട്ടി വളർത്തിയ പാമ്പ് തിരിഞ്ഞു നിന്ന് മൂർധാവിൽ കുത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ 4 റൗണ്ട് കഴിയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടി മനസ്സിലാക്കേണ്ട രാഷ്ട്രീയം എന്നാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. കേരളത്തിലെ സാധാരണപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെയാണോ പാലൂട്ടി വളർത്തിയത്, ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തിക്കൊണ്ട് നിങ്ങൾ ആരെയാണോ സുഖിപ്പിച്ചു നിർത്തിയത്, വനിതാ മതിൽ കെട്ടിക്കൊണ്ട് നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണോ നാവനക്കിയത്, അതുപോലെ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ ആർക്കു വേണ്ടിയിട്ടാണോ നിങ്ങൾ നാവടച്ചിരുന്നത്, അവർ തന്നെ ഇന്ന് നിങ്ങളുടെ മൂർധാവിൽ കുത്തിയിരിക്കുന്നത് കൃത്യമായ പൊളിറ്റിക്കൽ ഇൻഡിക്കേറ്ററാണ്. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയം, ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ രാഷ്ട്രീയം ശരിയാണ് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് 2026 കഴിഞ്ഞു പോയെന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. എന്നാൽ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, മാരാർജി ഭവൻ ഒരു ഐശ്വര്യമാണെന്നുള്ളതാണ്. കാര്യം പുതിയ മാരാർജി ഭവനിലേക്ക് മാറിയതിന് ശേഷം പാർട്ടിക്ക് സംസ്ഥാനത്തു നിന്ന് MP ഉണ്ടാകുന്നു, അതിനുശേഷം ഒരു കോർപ്പറേഷൻ പിടിക്കുന്നു, ഒരു മേയർ ഉണ്ടാകുന്നു, ഇപ്പോൾ ഇതാ 3 MLA കിട്ടിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും ജനങ്ങളുടെ റോൾ നിർവഹിച്ചു കഴിഞ്ഞു. അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ അവരുടെ പ്രതിനിധിയായി ആൾക്കാരെ എത്തിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഈ തലസ്ഥാനത്ത് എത്തിയവരുടെ റോളാണ്. അപ്പം വലിയൊരു ഉത്തരവാദിത്തമാണ് ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിട്ട് 4 മാസമേ ആകുന്നുള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് നമുക്ക് ഈ ഒരു നേട്ടം കൂടി വരുന്നത്, 3 MLA നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ചുമലിലുള്ളത്. എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള ഒരു നീക്കം? അല്ല, തീർച്ചയായിട്ടും അതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ജനങ്ങൾ ഏൽപ്പിക്കുന്ന ഓരോ ഉത്തരവാദിത്വവും കൂടുതൽ ജനങ്ങളുടെ ഇഷ്യൂസിലേക്ക് വരിക, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക, ജനങ്ങളുടെ ശബ്ദമാവുക എന്നുള്ളത് അത് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്ന പണിയാണ്. അപ്പോൾ സ്വാഭാവികമായും BJPയുടെ ഓരോ പ്രവർത്തകനും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ഭാരിച്ച ഉത്തരവാദിത്തമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് 3 MLA ലഭിച്ചു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ലഭിച്ചു, 50 കൗൺസിലർമാരെ ലഭിച്ചു. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പ്രവർത്തകന്മാർ ചെയ്യുന്നതിനേക്കാൾ അധ്വാനം കൂടുതലായി ചെയ്യുന്ന ഒരു പാർട്ടിയും പാർട്ടി പ്രവർത്തകരുമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഞങ്ങളൊരു ഇലക്ഷൻ ഓറിയൻറ്റഡ് പാർട്ടിയല്ല. ഇലക്ഷൻ കഴിയുമ്പോൾ ഇതെല്ലാം കൂടി മടക്കി വീട്ടിൻ്റെ അല്ലെങ്കിൽ തലയണയ്ക്ക് അടിയിൽ വെച്ചിട്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല. ഞങ്ങൾ കൗൺസിലർമാരെ വിജയിപ്പിച്ചു വിട്ടതിന് ശേഷം കൗൺസിലർമാർക്ക് ആ വാർഡിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ എന്താണോ സഹായമായി പ്രവർത്തകന്മാർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത്, ആ പ്രവർത്തനം കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് ചെയ്യുന്നത് കൊണ്ടാണ് പൂട്ടും താക്കോലും ഒക്കെ ഉണ്ടാക്കാൻ പോയവരുടെ മുന്നിൽ തന്നെ ആ പൂട്ടുകളെല്ലാം ജനങ്ങൾ അവരുടെ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് ഞങ്ങൾക്ക് നിങ്ങൾ നിയമസഭയിലേക്ക് പോകേണ്ടവരാണ് എന്ന് പറഞ്ഞൊരു എൻട്രി തന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി ജനങ്ങൾക്കൊപ്പം 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ മാറും. ആ പ്രവർത്തനം 2031 ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു വാതായനം തുറക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് BJPയുടെ ഓരോ പ്രവർത്തകന്മാരും. അത് ഈ പ്രചരണ വേളയിൽ BJP ഉയർത്തിക്കാട്ടിയ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമല സ്വർണ്ണക്കൊള്ള നമുക്കറിയാം, വലിയ തലക്കെട്ടായി 7-8 മാസങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വലിയ വാർത്ത. അവസാനം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് അത് വാർത്താമാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പ്രതികളായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഓരോരുത്തരും സ്വാഭാവിക ജാമ്യത്തിൻ്റെ പേരിൽ 90 ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ
നമുക്ക് വേണ്ടി ചോദിക്കാൻ 3 MLA-മാർ നിയമസഭയിലേക്ക് പോവുകയാണ്. ഇതൊരു പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റാണോ? അതിനൊപ്പം സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഇസ്ലാമിക ഭീകരത. ഇതും BJP-യുടെ അജണ്ടയിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിയമസഭയിൽ ഇതൊക്കെ ശബ്ദങ്ങളായി ഉയരുമോ ഇത്തരം കാര്യങ്ങൾ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തുക എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസ സംരക്ഷണവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് വിശ്വാസമില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എന്തായാലും അവരത് പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ കപട വിശ്വാസികളായി ചമഞ്ഞ് നടക്കുന്ന കോൺഗ്രസ്സുകാരാണല്ലോ ഭരണത്തിൽ വരുന്നത്. നമുക്ക് നോക്കാം അവർ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി വിലയിരുത്തും. ഞങ്ങൾ കൃത്യമായി അതിനുവേണ്ടി ശബ്ദിക്കും. അവിടെ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ UDF മുന്നോട്ട് വന്നില്ല എങ്കിൽ, UDF അതിന് തയ്യാറായില്ല എങ്കിൽ, ഭരണം കിട്ടുമ്പോൾ സ്ഥിരം ചെയ്യുന്ന പണി ഇത്തവണ UDF എടുക്കുമെങ്കിൽ UDF മനസ്സിലാക്കേണ്ടത് അപ്പുറത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മുന്നണിയായിട്ട് LDF മാത്രമല്ല, അതിനിപ്പുറത്ത് 30 പേരുടെ പവറുള്ള 3 പേർ ഇരിപ്പുണ്ട്. അത് NDAയുടെ നേതാക്കന്മാരാണ്, NDAയുടെ MLA-മാരാണ്. അവർ കൃത്യമായി കേരളത്തിനകത്ത് പറയേണ്ട വാക്കുകൾ കൃത്യമായി പറയാനും ചോദിക്കേണ്ട ചോദ്യം മുഖത്ത് നോക്കി ചോദിക്കാനും മടിയില്ലാത്തവരാണ്. അവരിരിക്കുന്ന കാലത്ത് ഈ പറയുന്ന ഒരു തട്ടിപ്പും ഇനി കേരളത്തിനകത്ത് നടത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒരു കാര്യം വളരെ കൃത്യമായി ഞങ്ങൾ പറയാം, കേരളത്തിനകത്ത് ഒരു കൃത്യമായ പ്രതിപക്ഷമായി, പീപ്പിൾസ് വോയിസ് ആയി, കേരളത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ 3 MLA-മാരും ശക്തമായ പ്രവർത്തനം നടത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ടതില്ല. ഇനി അത് സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിലായാലും ശരി, കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ വിഷയത്തിലായാലും ശരി, കേരളത്തിലെ യുവാക്കൾ നേരിടുന്ന ഇഷ്യൂസിലായാലും ശരി, കേരളത്തിലെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഗിരിവർഗ്ഗക്കാരുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഒക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലായാലും ശരി, ഒരു നയാ പൈസയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഒരു സർക്കാരിനെയും, കേരളത്തിൽ അതിന് ആര് മുഖ്യമന്ത്രി ആയാലും ശരി, ആര് മന്ത്രിസഭ ഉണ്ടാക്കിയാലും ശരി, BJP-യുടെ MLA-മാർ അകത്തുള്ളിടത്തോളം കാലം അത്തരത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സുവ്യക്തമായി പറയുന്നു. ഇന്നലെ പാർട്ടിയുടെ 3 MLA-മാർ തന്നെ അതിനെ കൃത്യമായി പറഞ്ഞു. കാരണം CPM ആണോ പ്രതിപക്ഷം, BJP ആണോ പ്രതിപക്ഷം എന്ന് സഭയ്ക്കകത്ത് ഞങ്ങൾ തെളിയിക്കും. അതിനുള്ള കെൽപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുരുക്കത്തിൽ പഴയതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കില്ല. തീർച്ചയായിട്ടും സാധിക്കില്ലല്ലോ. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായിട്ടുള്ള മദനിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ തമ്മിലാണ് ഈ പറയുന്ന കേരള നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയമുണ്ടാക്കി അതിനെ പരസ്പരം പാച്ചുവും ഗോപാലിനുമായി നിന്നുകൊണ്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയത്? അത് ഇവർ തമ്മിലല്ലേ? കേരളത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായിട്ട് പ്രമേയമുണ്ടാക്കുന്ന സ്ഥലമായി കേരളത്തിൻ്റെ നിയമസഭാ സംവിധാനങ്ങൾ മാറിയില്ലേ? കേരളത്തിലെ ഭരണസിരാ കേന്ദ്രങ്ങൾ മാറിയില്ലേ? അപ്പോൾ ഇനി അങ്ങനെ ഒറ്റക്കെട്ടായി അമ്മാവനും മരുമോനും കൂടി ഒരുമിച്ചിരുന്ന് എഴുതിക്കൊണ്ട് പോകുന്നത് പോലെ ഇനി എഴുതിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. ഇനി അങ്ങനെ എഴുതിക്കൊണ്ട് പോയാൽ വയ്ക്കത് മേശപ്പുറത്ത്, ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി എഴുതിക്കൊണ്ട് പോയാൽ മതി എന്ന് പറയാൻ കെൽപ്പുള്ള തൻ്റെ ഇടമുള്ള 3 പേർ ഇന്ന് ഈ പറയുന്ന നിയമസഭയ്ക്കകത്തുണ്ട് എന്നുള്ളത് തന്നെ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ UDF-നും LDF-ഉം ഒരുപോലെ ആരെങ്കിലും ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രമാണ്. അവർ ഒരു വർഗീയ ശക്തികളെയും അങ്ങനെ എതിർക്കുന്നില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഇത്തരത്തിൽ എതിർക്കുന്നില്ല. പക്ഷേ BJP ജയിക്കരുത് എന്ന്, BJP പരാജയപ്പെടണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഭീകരവാദികളും ആഗ്രഹിക്കുന്നത് പോലെ ചില ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ കൂടി ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ 3 സീറ്റിലേക്ക് വിജയിച്ച് കയറിയതും 6ഓ 7ഓ സീറ്റുകളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത് എത്തിയതും എന്ന് നിങ്ങൾ പരിശോധിക്കണം. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളത് പരിശോധിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ക്രൂഡായി ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ദേശീയ രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കുന്ന, ദേശീയോദ്ഗ്രമനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ദേശീയ കാഴ്ചപ്പാടുള്ള ആരും ഈ നിയമസഭയ്ക്കകത്ത് വരേണ്ടതില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ നിലപാട്. ആ നിലപാടിനെയാണ് ജനങ്ങൾ കൃത്യമായി പൊളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. മറ്റൊരു കാര്യം, ഈ ഇപ്പോൾ മോദിജിയുടെയും അമിത്ഷാജിയുടെയും ഒക്കെ കളരിയിൽ വിദ്യ അഭ്യസിച്ച 2 പേര് പാർലമെൻ്ററി പരിചയവുമായിട്ടാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ചാത്തന്നൂരിൽ നിന്നുള്ള BB ഗോപകുമാർ, അദ്ദേഹവും ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ആ ഒരു പരിചയവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ 3 പേരും ചേർന്ന് ശരിക്കും ഈ ജനോപകാരപ്രദമായ പദ്ധതികൾ, ഇപ്പോൾ കഴിഞ്ഞ പ്രചരണ ഘട്ടങ്ങളിലും അങ്ങനെ ആയിരുന്നല്ലോ, ഈ എതിരാളികളെ കടന്നാക്രമിക്കാതെ വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ കടന്നുപോയത്. BJP-യുടെ ഒരു പ്രത്യേകമായൊരു സ്ട്രാറ്റജി ആയിരുന്നു ഇക്കുറി. ഈ നിയമസഭയിലും അത്തരത്തിൽ തന്നെയായിരിക്കും, അതോ ഈ പറഞ്ഞതുപോലെ വാ തുറക്കേണ്ട സമയങ്ങളിൽ ശക്തമായ ഇത് ഉന്നയിക്കുമ്പോൾ? അല്ല, തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി എവിടെയാണോ സംസാരിക്കേണ്ടത്
അവിടെ കൃത്യമായി സംസാരിക്കാൻ BJPയുടെ 3 MLA-മാരും ഉണ്ടായിരിക്കും. 1. 2, താങ്കൾ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിജിയുടെ കളരിയിൽ നിന്നാണ് അവർ വിദ്യ അഭ്യസിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരായിരുന്ന ആളുകളാണ് ഇപ്പോൾ MLA-മാരായിട്ട് കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് വരുന്നത്. നരേന്ദ്രമോദിയുടെ ആപ്തവാക്യം തന്നെ ഞാൻ അഴിമതി ചെയ്യില്ല, ചെയ്യാനൊട്ട് സമ്മതിക്കുകയുമില്ല എന്നുള്ള സ്റ്റാൻഡാണ്. തീർച്ചയായിട്ടും അതേ നിലപാടായിരിക്കും കേരള നിയമസഭയ്ക്കകത്ത് BJPക്ക് ഉണ്ടാവും. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുമുണ്ട്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും. ഏത് കാര്യത്തിൽ? വികസന കാര്യത്തിൽ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും. ഏത് കാര്യത്തിൽ? ജനോപകാരപ്രദമായിട്ടുള്ള കാര്യത്തിൽ എല്ലാ കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യും, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും. ഏത് കാര്യത്തിൽ? രാഷ്ട്രത്തിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ. അതിനെതിരായിട്ട് എവിടെയാണോ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നത് അവിടെ കൃത്യമായ വിയോജിപ്പ് ഞങ്ങൾക്കുണ്ട്. ആ വിയോജിപ്പ് നിങ്ങളോട് പറയും. ആ വിയോജിപ്പ് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ നിങ്ങളെ തിരുത്തേണ്ടത് എങ്ങനെയാണോ അതേ നിലയിൽ ഞങ്ങൾ തിരുത്തുകയും ചെയ്യും. അതിനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട്. ഈ ഏത് നല്ല കാര്യം സംഭവിക്കുമ്പോഴും അതിന് ഒരു മറുഭാവം കൂടെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ 3 സീറ്റുകൾ ലഭിക്കുമ്പോൾ തന്നെ ചില മാധ്യമ വിമർശനങ്ങൾ BJPക്കെതിരെ ഉയർന്നത് ഇക്കുറി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് ഇപ്പോൾ ഓർത്തുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ശൈലി എന്ന് പറഞ്ഞത് വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ്. ഒരുപക്ഷെ എതിരാളികളെ കടന്നാക്രമിക്കുന്ന ഒരു ശൈലി കൂടി എടുത്തിരുന്നെങ്കിൽ ഇതിലും അപ്പുറം സീറ്റുകൾ നേടാമെന്നുള്ളൊക്കെ കഴിഞ്ഞ ദിവസം ആരോ അന്തിച്ചർച്ചയിലിരുന്ന് പറയുന്നത് കേട്ടു. എങ്ങനെ ന്യായീകരിക്കുന്നു? ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്. ഞങ്ങളൊരു പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങൾ CPM-നോട് ഇങ്ങനെ പറയുമോ? അവർ കോൺഗ്രസിനോട് പറയുമോ നിങ്ങളുടെ ശൈലി ഇതൊന്ന് മാറ്റണമെന്ന്? പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മാധ്യമങ്ങളുടെയും ഓഫീസുകളുടെ മുന്നിൽ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മാധ്യമങ്ങൾ തീരുമാനിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞുള്ള ഒരു രാഷ്ട്രീയ, അത് അവരുടെ ആഗ്രഹമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കോമാളിയാക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളുടെ രാഷ്ട്രീയം നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷമായി നരേന്ദ്രമോദിജി കേന്ദ്രത്തിൽ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ആ മാതൃക വികസനത്തിൻ്റെതായ മാതൃകയാണ്. വികസനം വരുമ്പോൾ സ്വാഭാവികമായി സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയരും, സാധാരണക്കാരൻ്റെ അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ മാറും. അപ്പോൾ അവൻ കൂടുതൽ രാജ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടിലേക്ക് അവൻ വരും. അവൻ്റെ കുടുംബം നന്നാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവും. ഇത്തരത്തിലുള്ള വലിയ കാഴ്ചപ്പാട് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇവരെ പോലെ ചെറിയ സങ്കുചിതമായ രാഷ്ട്രീയം. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകന്മാരും പല ഘട്ടങ്ങളിൽ പലരും പലതും ചോദിച്ചപ്പോൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരൻ്റെയും CPM-കാരൻ്റെയും വായിൽ നിന്ന് അത് കേൾക്കാൻ സാധിക്കില്ല. SDPI-കാരൻ പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും CPM-കാരനും പറഞ്ഞത് ആരെങ്കിലും ഒരാൾ പിന്തുണ തന്നാൽ വാങ്ങാതിരിക്കാൻ സാധിക്കുമോ? അത് ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണ വാങ്ങും എന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും. പക്ഷേ നിങ്ങൾ നോക്കി, ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങൾക്കൊരു ഭീകരവാദ പ്രവർത്തകൻ്റെയും ഒരു ഭീകരവാദ സംഘടനയുടെയും ഒരു ഭീകരവാദ പ്രത്യയശാസ്ത്രത്തിൻ്റെയും വോട്ട് വേണ്ട, അതിൻ്റെ പേരിൽ ഞങ്ങൾ പരാജയപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അങ്ങനെ നിലപാടെടുക്കാൻ കെൽപ്പുള്ളവർ, അങ്ങനെ സധൈര്യം മുന്നോട്ട് പോകാൻ കെൽപ്പുള്ളവർ, രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ളവരുടെ ഒന്നും ഉപദേശത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ആ ഉപദേശം അവർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുത്തോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. ഞങ്ങൾ എന്താണ് സ്ട്രാറ്റജിക്കലായി ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്കും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്കും കൃത്യമായ ബോധ്യമുണ്ട്. അതിനപ്പുറം ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അത് ബോധിപ്പിക്കേണ്ടത് ജനങ്ങളുടെ മുന്നിലാണ്. അത് ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ പരീക്ഷ എഴുതി ഞങ്ങൾ 3 സീറ്റിൽ വിജയിപ്പിച്ചു. ബാക്കിയുള്ള 6 സീറ്റുകളിൽ ഞങ്ങളെ പരാജയപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് കൃത്യമായി ജനവിശ്വാസം നേടിയെടുത്ത് മുന്നോട്ട് വരാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അതിനാരുടെയും ട്യൂഷൻ ക്ലാസിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കിഴിക്കലുകൾ നടക്കുന്ന സമയം കൂടെയാണ്. ഇപ്പോൾ BJPക്ക് ഒരു 3 സീറ്റിൽ നേട്ടം കൊയ്യാനായെങ്കിലും ഘടകകക്ഷികളായ BDJS-നോ അതുപോലെ തന്നെ 2020-ക്കോ നേട്ടം കൊയ്യാനായില്ല എന്നൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. ഇതിനെ എങ്ങനെ? അല്ല, നിങ്ങൾ നോക്കൂ, കേരളത്തിൽ 140 സീറ്റിൽ ജയിച്ച് അധികാരത്തിലിരുന്ന മുന്നണിയാണോ NDA? അല്ല. അപ്പോൾ CPM-ൻ്റെ 9, 12, 13 മന്ത്രിമാർ തോറ്റു. അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? ഒരു MLA പോലും ഉണ്ടാവാതിരുന്ന 2020-യെക്കുറിച്ചും BDJS-നെ കുറിച്ചും നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ അത് നിങ്ങൾ ആശങ്കപ്പെടണ്ട. ഞാൻ പറഞ്ഞത് താങ്കളെ വ്യക്തിപരമായിട്ടല്ല, ഈ ചർച്ച നടത്തുന്നവരാരും ആശങ്കപ്പെടണ്ട. BDJS ചെയ്തതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ, BDJS വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ, അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഞങ്ങളുടെ മുന്നണിക്കകത്ത് അതിന് ഏബിളായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവർ കൃത്യമായി ഇരുന്ന് അതിനെ അപഗ്രഥിക്കും. അതിലെന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിഴവുകൾ തിരുത്തും. എന്തെങ്കിലും കൂടുതലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ അവരെ അഭിനന്ദിക്കേണ്ടടുത്ത് അവരെ അഭിനന്ദിക്കും. ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി മെക്കാനിസം ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾ വേറെ ആരുടെയും സഹായം തേടില്ല. അവരെല്ലാം ഞങ്ങളുടെ കോയലിഷൻ പാർട്ട്നേഴ്സാണ്, ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്. ഞങ്ങളുടെ വിജയത്തിൽ അവർക്ക് വലിയ പങ്കുണ്ട്. ഞങ്ങൾ 3 സീറ്റിൽ വിജയിക്കുമ്പോൾ ഞങ്ങളുടെ മാത്രം കേമത്തരം കൊണ്ടാണ് വിജയിച്ചതെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല.
അവിടെ എല്ലാം അവരുടെയും സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായി ഒരു ടീമായി വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലയിടത്ത് വിജയിക്കാം, ചിലയിടത്ത് പരാജയപ്പെടാം. വിജയിച്ചത് എല്ലാം ഞങ്ങളുടെ മാത്രം കഴിവാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, പരാജയപ്പെട്ടതെല്ലാം അവരുടെ മാത്രം ബർഡനാണ് എന്ന് ഞങ്ങൾക്ക് വാദവുമില്ല. അപ്പം ഞങ്ങൾ അവരെ കൂടുതലായി കെയർ ചെയ്ത് കൂടുതൽ പാർട്ടികളെ ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നണി ശക്തിപ്പെടുത്തി 2031 എങ്ങനെ കേരളത്തെ ഭരിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെയും NDAയും വളർത്താം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ചർച്ച. അല്ലാതെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യുന്നില്ല. ശ്രീ നന്ദു, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന ആളെന്നുള്ളതിൽ ഇതൊരു വലിയ പറയുന്നത് പോലെ അണികൾക്കൊപ്പം തന്നെ ഇതിൻ്റെ അമരത്തിരിക്കുന്നവർക്കും ഒരു വലിയ ഐ ഓപ്പണിംഗ് സമയമാണ് ഇല്ലേ? ഒരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പാർട്ടി മുന്നോട്ടേക്ക് വച്ചടി കയറി പോവുകയാണ്. എങ്ങനെയാണ് പൊതുവിൽ അണികൾക്കും പാർട്ടികൾക്കും ഇടയിൽ ഇപ്പോൾ ഒരു തരംഗം എങ്ങനെയാണ്? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ഫലം കാത്ത് നിരാശരായി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അല്ല, അതിൽ പലപ്പോഴും നമ്മുടെ പല ഞങ്ങളുടെ മുന്നേ നടന്നു പോയവർ പറഞ്ഞ വാക്കുകൾ പലതും ഞങ്ങളെ കൂടുതലായി അക്സെപ്റ്റ് ചെയ്യും. കാരണം പരാജയപ്പെട്ടാലും വിജയിച്ചാലും പുഞ്ചിരിയോടുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായിട്ടില്ല. അത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാവുകയുമില്ല. 2 സീറ്റുമായി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് നടന്നു കയറുമ്പോൾ അവിടെ ഉഗ്രപ്രതാപിയായി നിന്ന കോൺഗ്രസിൻ്റെ മഹാരഥന്മാർ ഞങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഏത് പാർട്ടി എന്ന് കളിയാക്കിയപ്പോഴും ഞങ്ങൾ ഭരണത്തിലേക്ക് വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ അധികാരത്തിലേക്ക് വരാനോ എന്ന് പുച്ഛിച്ചവരുടെ മുന്നിലാണ് ഇന്ന് ഞങ്ങൾ ഈ ഭാരതത്തെ കഴിഞ്ഞ 3 വർഷക്കാലമായി ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 ടേമായി ഭരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയം അമിതമായ ആഹ്ലാദവും പരാജയം അമിതമായ നിരാശയും ഞങ്ങൾക്ക് ഒരു കാലത്തും തരാറില്ല. അതിന് ഞങ്ങളുടെ സംഘത്തിൻ്റെ ശാഖയിൽ ഞങ്ങൾ പോകുമ്പോൾ എതിർപ്പിൽ മങ്ങിടാതെയും തിമിർപ്പിൽ മുങ്ങിടാതെയും നിരന്തരം ചരിക്കും അതാണ് ശാഖകൾ എന്ന് പഠിച്ച ഒരു ശൈലി ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ ഉള്ളിൽ താളത്തിൽ ഞങ്ങൾ എത്ര കാലം പാടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ പാട്ടും ആ ഗീതങ്ങളും ഞങ്ങളുടെ പൂർവ്വസൂരികൾ പറഞ്ഞു പോയിട്ടുള്ള അനുഭവങ്ങളും ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഓരോ വിജയങ്ങളും ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് നൽകുന്നത്. അത് ഓരോ പ്രവർത്തകൻ്റെയും കരുത്ത്, ഓരോ പ്രവർത്തകൻ്റെയും അവൻ്റെ ത്യാഗം, അവൻ്റെ വലിയ രീതിയിലുള്ള പോരാട്ടം, ആ പോരാട്ടമാണ് വിജയം. ആ വിജയത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ടേക്ക് നയിക്കും. അത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് കേരളത്തിലെ ഞങ്ങളുടെ തലശ്ശേരി കാര്യാലയത്തിനകത്ത് ഇരിക്കുന്ന 100 കണക്കിന് സ്വയം സേവകന്മാരുടെ ആ ചിത്രങ്ങളുടെ മുന്നിൽ എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി വന്ന് ശിരസ്സു നമിച്ചു നിൽക്കുന്നോ അന്നാണ് ഞങ്ങളുടെ ഈ പോരാട്ടം ഒരു സ്റ്റേജ് കടക്കുക എന്ന് വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. 22 സംസ്ഥാനങ്ങൾ, 18ഓളം മുഖ്യമന്ത്രിമാർ, അടുത്ത് ഒരു വലിയ പ്രയാണം 2031 ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഉള്ള പ്രവർത്തനത്തിന് ഇനി വലിയ ഒരു പ്രയത്നം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ വലിയ ശത്രുക്കളെയാണ് ഞങ്ങൾക്ക് നേരിടാനുള്ളത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ ഒരു ശത്രു സന്നാഹത്തെ ഞങ്ങൾക്ക് നേരിടാനുണ്ട്. ആ സന്നാഹത്തെ നേരിടാൻ തക്ക പ്രാപ്തമായ നിലയിൽ ജനപിന്തുണ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ അവൈലബിളായി ജനങ്ങൾക്ക് ഏറ്റവും ശക്തമായ വിശ്വാസമുള്ള ആളുകളായി, നേതാക്കന്മാരായി, പ്രവർത്തകന്മാരായി ഞങ്ങളുടെ പാർട്ടിക്ക് മാറേണ്ടതുണ്ട്. അതിനുവേണ്ടി ഏറ്റവും താഴെത്തട്ടിൽ കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ് ഞാനടക്കമുള്ള പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്തം എന്ന് ഞങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. 24 മണിക്കൂറിൽ 23 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടെങ്കിൽ അതുപോലെ പ്രവർത്തിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഞങ്ങളടങ്ങുന്ന BJPയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇനി BJP 2031 വരുമ്പോൾ BJPയുടെ മുഖ്യമന്ത്രി, NDAയുടെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി കേരളത്തിനകത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസത്തെ സ്വപ്നം കാണുകയല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും കടമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും 2031 ആ സ്വപ്ന സാക്ഷാത്കാര നിമിഷത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്തേ. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും
ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.